മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിലെ അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് നൽകിയ റിട്ട് ഹർജിയിൽ അതിജീവിത തടസ്സ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയാണ് ദീപ ജോസഫ്. ദീപ ജോസഫിന്റെ റിട്ട് ഹർജിയിലെ ഉള്ളടക്കം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന ആവശ്യത്തിന് പുറമെ ചില ഭരണഘടനാ വിഷയങ്ങളും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വകുപ്പിന്റെ ഭരണഘടനാ സാധ്യത ഉൾപ്പെടെ ഹർജിയിൽ ചോദ്യം ചെയ്തതായും വിവരമുണ്ട്. ഈ ഹർജി സുപ്രീം കോടതി പരിഗണിച്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവിത തടസ്സ ഹർജി ഫയൽ ചെയ്തത്. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ രണ്ടാം പ്രതിയാണ് കോൺഗ്രസ് അനുകൂലിയും അഭിഭാഷകയുമായ ദീപ ജോസഫ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കൊടുവിലാണ് അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കേസെടുത്തത്. അതിജീവിത കോടതിയെ സമീപിച്ചതോടെ കേസിൽ ദീപ ജോസഫിന് അനുകൂലമായ ഏകപക്ഷീയമായ ഉത്തരവ് ഉണ്ടാകാനുള്ള സാധ്യതയും അവസാനിച്ചു. ഭരണഘടനാപരമായ വാദങ്ങൾ ഉയർത്തി കേസിനെ നേരിടാൻ ദീപ ജോസഫ് ശ്രമിക്കുമ്പോൾ തന്നെ തിരിച്ചറിയുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് കോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്നും ദീപ ജോസഫിന്റെ പ്രവൃത്തി തനിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും അതിജീവിതയും വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. സത്യം പറയുന്ന കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ വീണ്ടും സംഘടിത നീക്കവുമായി സംസ്ഥാന സർക്കാർ. കേരള സ്റ്റോറി 2 സിനിമ വിദ്വേഷം പടർത്താനുള്ള ശ്രമമെന്ന് സാംസ്കാരിക മന്ത്രി. ആവിഷ്കാര സ്വാതന്ത്ര്യവും ഭിന്നിപ്പുണ്ടാക്കാനുള്ള ലൈസൻസ് അല്ലെന്നും സജി ചെറിയാന്റെ നിരീക്ഷണം. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത്. വിവരങ്ങളുമായി SP ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, കേരള സ്റ്റോറി പങ്കുവയ്ക്കുന്ന പ്രമേയം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേസാണ്. സ്വാഭാവികമായിട്ട് അത് നടന്നിട്ടില്ല, കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് ഇവർക്ക് എന്തടിസ്ഥാനത്തിലാണ് പറയാൻ സാധിക്കുന്ന ഒരു ചോദ്യം അവിടെ ഇപ്പോഴുമുണ്ട്. തെളിവുകളായി ഒക്കെ നമ്മുടെ മുന്നിലുള്ള ഒരു വിഷയത്തെ പ്രമേയമാക്കിയ ഒരു ചിത്രം വരുമ്പോൾ എന്തിനാണ് ഇവർ ഇത്ര വേവലാതിപ്പെടുന്നത്? ശ്യാം പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു സംഘടിത നീക്കമാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ആദ്യം കേരള സ്റ്റോറി ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോഴും ഇതേ ഒരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് കേരള സ്റ്റോറി സെക്കൻഡ് പാർട്ടിൻ്റെ ടീസർ പുറത്തിറങ്ങിയത്. ഈ ടീസറിന് ശേഷമാണ് സജി ചെറിയാൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. ഈ സിനിമയുടെ രംഗത്ത് തന്നെ ഇത് വളരെ അപമാനിപ്പുണ്ടാക്കുന്ന ഒരു സിനിമയാണ്, ഇതൊരിക്കലും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്കൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു പത്രക്കുറിപ്പാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യം അതുപോലെ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു സിനിമയാണ് ഇതെന്നുള്ളതാണ്. ഇതിനു മുൻപും പല സിനിമകളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പല ജോണറുകളിലുള്ള സിനിമകളുണ്ട്. ഇതൊന്നും തന്നെ അവർക്കൊരു പ്രശ്നമല്ല. പക്ഷേ കേരള സ്റ്റോറി ഇറങ്ങുന്നത് അവർക്ക് വളരെ വലിയൊരു പ്രശ്നമാണ്. ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു സിനിമയാണ്, വർഗീയത വരുത്തുന്ന ഒരു ഫിലിമാണ് എന്നൊക്കെയുള്ള ഒരു നിലപാടിലേക്കാണ് സജി ചെറിയാൻ, ഒരു മന്ത്രിയാണ്, ഒരിക്കലും ഒരു സിനിമയെ നിഷ്പക്ഷമായി കാണാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് ഇത്തരത്തിലൊരു നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരസ്യമായ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഈ ഒരു ആദ്യ സിനിമ ഇറങ്ങിയപ്പോഴും അതിനും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ അത് എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് സിനിമയിലൂടെ എത്തിക്കുന്നത് എന്നുള്ള കാര്യം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും, സാധാരണ വ്യക്തികൾക്ക്, നാട്ടുകാർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താണോ നടക്കുന്നത്, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമായ ചിത്രമുണ്ടായിട്ട് കൂടി അത് ജനങ്ങളിലേക്ക് ഒരു സിനിമാ രൂപത്തിൽ എത്തിക്കുമ്പോൾ തന്നെ അതിൽ കല്ലുകടിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും സജി ചെറിയാൻ ഇതിൽ പൂർണ്ണ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സജി ചെറിയാൻ മാത്രമല്ല, സർക്കാരിൻ്റെ